ശതാബ്ദി പൂർത്തീകരണ വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് അന്തിമ രൂപം നൽകി RSS അഖില ഭാരതീയ പ്രതിനിധി സഭയ്ക്ക് പരിസമാപ്തി. ശതാബ്ദി വർഷത്തിന്റെ ഭാഗമായി രാജ്യത്തെ എല്ലാ ഭാഗങ്ങളിലും ഗ്രാമങ്ങളും നഗരങ്ങളും കേന്ദ്രീകരിച്ച് സമ്പർക്ക യജ്ഞം നടത്തും. സംഘതത്വങ്ങളുടെ പ്രചാരണം സമ്പർക്ക പരിപാടിയിൽ നടക്കും. പഞ്ചപരിവർത്തന ആശയങ്ങൾ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും നടപ്പാക്കുന്നത് സംബന്ധിച്ച് പ്രബോധനം നൽകുമെന്നും സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. ഭാരതത്തെ മഹത്തരവും സമ്പന്നവുമാക്കാൻ പുതുതലമുറ മുന്നിട്ടിറങ്ങണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വരുന്ന വിജയദശമിയിൽ 100 വർഷം പൂർത്തിയാകുമ്പോഴും രാഷ്ട്രീയ സ്വയം സേവക് സംഘത്തിന് സ്ഥാപക ദിനം ആഘോഷിക്കുന്ന ശൈലിയിൽ നിന്നും പ്രവർത്തനം കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള ആലോചനകളാണ് പ്രതിനിധി സഭയിൽ നടന്നതെന്നും സർക്കാര്യവാഹ് ദത്താത്രേയ ഹൊസബളെ വ്യക്തമാക്കി. സമാജത്തിന്റെ സംഘടനയാണ് സംഘം. ശതാബ്ദി പ്രവർത്തനങ്ങളുടെ ഭാഗമായി പഞ്ചപരിവർത്തൻശീൽ അടിസ്ഥാനമാക്കി മഹാസമ്പർക്ക യജ്ഞം നടത്തും. സംഘസ്ഥാപകൻ ഡോക്ടർ ഹെഡ്ഗേവാർ മുൻപോട്ട് വെച്ച വ്യക്തി നിർമ്മാണത്തിലൂടെ സമൂഹ പരിവർത്തനമെന്ന ആശയത്തിലൂന്നിക്കൊണ്ട് നിലവിൽ പ്രവർത്തനം കുറവുള്ള മേഖലകളിലും സംഘകാര്യങ്ങൾ എത്തിക്കും. ബസ്തി മണ്ഡലം അടിസ്ഥാനത്തിൽ ഹിന്ദു സമ്മേളനങ്ങൾ നടത്തുമെന്നും സർക്കാര്യവാഹ് പറഞ്ഞു. चीफ मिनिस्टर थे, उन्होंने अनाउंस किया, इलेक्शन के पहले सबने अनाउंस किया, बाद में सुप्रीम कोर्ट और हाई कोर्ट ने उसको मना कर दिया. सो रिलीजन बेस्ड रिजर्वेशन इज नॉट पॉसिबल. बैकवर्ड क्लास विद इन दैट रिलीजन इट इज देयर. कर्नाटक में है, महाराष्ट्र में, बहुत जगह पर है. बैकवर्ड कम्युनिटीज विद इन. सी दैट इज व्हाई रिलीजन बेस्ड रिजर्वेशन इज not accepted in the constitution authored by Dr. Baba Saheb Ambedkar. Anybody who thinks of this, they are going against the wishes of the founding fathers of the constitution. യുവതലമുറയ്ക്കായി പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കും. സാംസ്കാരിക മൂല്യങ്ങൾ കൈവിടാതെയാകണം ആധുനിക ജീവിതം. സംവരണം മതത്തിന്റെ അടിസ്ഥാനത്തിലാകരുത്, അത് ഭരണഘടനാ വിരുദ്ധമാണ്. ഇക്കാര്യം സുപ്രീം കോടതി തന്നെ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. And in the last 3 years we have been emphasizing on the expansion of our work on the ground. Our aim is to reach every mandal or a basti. A basti, they are comprising around 10,000 population in urban areas, and a mandal generally comprising 10 to 15, 20 villages. To take up some program for the youth, age group 15-30, college students and non-student youth as well. For them, it may be Panch Parivartan, it can be narrative setting, it may be patriotic activities, seva activities. So they should be ready to pay back for the society. മണിപ്പൂരിൽ സമാധാനം ഉറപ്പാക്കാനുള്ള ഇടപെടൽ സർക്കാർ നടത്തി. വഖഫ് ബോർഡ് അധിനിവേശം യാഥാർത്ഥ്യമാണെന്നും അതിന്റെ ദുരനുഭവമുള്ള കർഷകരുൾപ്പെടെയുള്ള ജനങ്ങൾ നമുക്ക് മുൻപിലുണ്ടെന്നും സർക്കാര്യവാഹ് പറഞ്ഞു. ജാതി മത ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സംഘത്തിന് സാധിച്ചു. വ്യത്യാസങ്ങളിലും ഏകതയാണ് രാജ്യത്തിന്റെ സൗന്ദര്യം. രാമക്ഷേത്രം മുഴുവൻ സമൂഹത്തിന്റെയും നേട്ടമാണെന്നും കേരളത്തിലും സംഘപ്രവർത്തനം ശക്തമായി മുൻപോട്ടു പോവുകയാണെന്നും ദത്താത്രേയ ഹൊസബളെ പറഞ്ഞു. ജനം, ഡൽഹി.